ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരുടെയും ഡൗട്ട്സാണ്. 2016 സിലബസ് എങ്ങനെയാണ് 2022 സിലബസിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം ഇനി എക്സാമുകൾ 2016 സിലബസിലെ എക്സാമുകളില്ല. ഇനി ജൂൺ 2024 നടക്കാൻ പോകുന്ന എക്സാം തീർച്ചയായിട്ടും ഏത് എക്സാം മാത്രമേ ഉള്ളൂ, 2022 സിലബസിലുള്ള എക്സാമുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മക്കൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, 2016 സിലബസിൽ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, 2022 സിലബസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കൺവേർഷൻ നടത്തുക എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ പറയുന്നത്. അതിലാദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ കയറുക, ICMAIയുടെ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ലോഗോ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സിലബസ് കൺവേർഷൻ എന്ന് പറയുന്ന കാര്യം കാണാൻ പറ്റും. ഇങ്ങനെ സിലബസ് കൺവേർഷൻ എടുത്തു കഴിഞ്ഞാൽ സിലബസ് കൺവേർഷനിൽ 2 ഓപ്ഷൻസ് വരും. നമുക്ക് ഇതുപോലൊരു PDF അതിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സിലബസ് കൺവേർഷനിലെ ലിങ്ക് ഉണ്ട്. ആ സിലബസ് കൺവേർഷനിലെ ലിങ്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലോഗാണ് നാലാമതായി കാണുന്ന 4ാമത്തെ സ്റ്റെപ്പാണ് സ്റ്റുഡൻസ് ലോഗിൻ കാണുന്നതാണ്. ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് ഉണ്ടാവും, ക്രിയേറ്റ് ലോഗ് അക്കൗണ്ട് എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ്റ്. ആ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു വിൻഡോ വരും. ദാറ്റ് മീൻസ് ക്രിയേറ്റ് ലോഗിൻ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്ത് കൊടുക്കുക, ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്ത് കൊടുക്കുക. 11 ഡിജിറ്റ് ഉണ്ടാവും. ഓക്കെ, അത് അടിച്ചു കൊടുത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മറന്നു പോകാത്ത ഒരു പാസ്വേഡും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡിൽ ലെറ്ററുകൾ വേണം, അത് ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, പിന്നെ എന്നും വേണം, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി ആഡ് ചെയ്തിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാസിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ F വലിയ കൊടുക്കുക, ഫാസിൽ അറ്റ്. പിന്നെ മറന്നു പോകാത്ത ഏറ്റവും നല്ലത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്. ഇപ്പോൾ 1991 അല്ലെങ്കിൽ 2005 ആണെങ്കിൽ 2005 കൊടുക്കുക. അപ്പോൾ ഫാസിൽ അറ്റ് 2005 എന്നൊക്കെ പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അത് കൺഫേം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP വെരിഫിക്കേഷൻ വരും. ഓക്കെ, അതായത് നമ്മൾ OTP സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTP വരുന്നുണ്ടോ നോക്കുക. നിങ്ങളുടെ ഇമെയിലിലേക്കായിരിക്കും എന്ത് ചെയ്യുക, OTP വരിക. അപ്പോൾ രജിസ്റ്റേർഡ് ഇമെയിൽ ID, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊഫൈലിൽ എന്താണോ രജിസ്റ്റേർഡ് ഇമെയിൽ ID ഉള്ളത് അതിലേക്കായിരിക്കും എന്ത് ചെയ്യുക, OTP പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ചില കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇമെയിൽ IDയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, OTP വരുന്നുണ്ടാവില്ല. അങ്ങനെ വരാത്ത മക്കൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, അവരുടെ പ്രൊഫൈൽ എഡിറ്റ് നടത്തുക. പ്രൊഫൈൽ എഡിറ്റിന് എന്താ ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് കണക്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസ് കണക്റ്റിൽ അഡ്രസ് ചേഞ്ച് കാണും. ഈ അഡ്രസ് ചേഞ്ച് എന്ത് ചെയ്യുക, വരുത്തുക. അഡ്രസ് ചേഞ്ച് വരുത്തുമ്പോൾ അവിടെ നിങ്ങൾ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും പ്ലസ് ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫും എന്ത് ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി SSLC ബുക്ക് അല്ലെങ്കിൽ പാൻ കാർഡ്, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഫോട്ടോയിൽ. പ്ലീസ് അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എന്താണ് മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അഡ്രസ്സ് ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ, അതുപോലെ ഇമെയിൽ ID, എസ്പെഷ്യലി ഇമെയിൽ ID ആണ്. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത് അപ്ഡേറ്റ് ആവാൻ ചിലപ്പം 1, 2, 3 ദിവസം എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെന്ത് ചെയ്യുക, അങ്ങനെ മെയിൽ വരാത്ത ആളുകളാണെങ്കിൽ അവർ ഒരു 4-5 ദിവസം മുമ്പ് എന്ത് ചെയ്യുക, ഓക്കെ, 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ഈ കൺവേർഷൻ ചെയ്ത് നോക്കുക, എക്സിസ്റ്റിംഗ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വന്നാൽ, OTP വരാത്തവരുടെ കേസാണ് ഞാൻ പറഞ്ഞത്. OTP വന്നു കഴിഞ്ഞാൽ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മോട് എന്ത് ചെയ്യാൻ പറയും, ഓക്കെ സക്സസ്ഫുള്ളി ലോഗിൻ എന്ന് പറഞ്ഞിട്ട് പറയും. ഓക്കെ, ലോഗിൻ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലോഗിൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യണം. ആ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അടിച്ചു കൊടുത്തത്, ദാറ്റ് മീൻസ് എക്സ്പെഷ്യലി നമ്മൾ അടിച്ചു കൊടുത്ത ഇമെയിൽ IDയും അതുപോലെ തന്നെ എന്തും അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡ് വരും. ഈ ഡാഷ്ബോർഡിൽ റൈറ്റ് സൈഡിൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്ന ബട്ടണിൽ അപ്ലൈ ഫോർ സിലബസ്
ചേഞ്ച് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ബൈ ചാൻസ് എന്നിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് പാസ്സായ മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കുള്ള ക്വസ്റ്റ്യനാണ് ഹാവ് യു പാസ്ഡ് എനി ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പ് പാസ്സായിക്കണമെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഇവിടെ കൊടുക്കുക. ഓക്കെ, രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ കോഴ്സ് ഏതാണ്, ഇൻ്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കറണ്ട് സിലബസ് 2016, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒക്കെ മോഡൽ ഇതിൽ കൊടുക്കും, ഓട്ടോമാറ്റിക്കലി ഉണ്ട് അതിൽ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ ഓക്കെ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ ഒരു അപ്ഡേഷൻസ് വരും. എന്ത് പിന്നീട് അപ്പോൾ വരും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സിലബസ് കമ്മീഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മെയിൽ നിങ്ങൾക്ക് വരും. മെയിൽ വന്നു കഴിഞ്ഞ് ഒരു ചിലപ്പം അന്ന് തന്നെ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട്, ദാറ്റ് മീൻസ് 2, 3, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ചിലപ്പം വരും. ഓക്കെ, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ആ പേയ്മെൻറ്റും കൂടി നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ സിലബസ് കൺവേർഷൻ കംപ്ലീറ്റ് ആവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, പേയ്മെൻറ്റ് 250 രൂപയാണ് അതിൻ്റെ ഫീ വരുന്നത് കൺവേർഷന് വേണ്ടിയിട്ട്. ഇനി മെറ്റീരിയൽ വേണ്ടവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെറ്റീരിയലിന് എന്ത് ചെയ്യാൻ പറ്റും, 600 രൂപയാണ് ഒരു സബ്ജക്റ്റിന്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, അത് ഓപ്ഷണലാണ് മെറ്റീരിയൽ വാങ്ങിക്കാനുള്ളത്. പക്ഷേ മിനിമം എന്തായാലും 250 രൂപ വരും. ഓക്കെ, അത് നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അടക്കാൻ പറ്റും. ഓക്കെ, എക്സ്പെഷ്യലി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മെയിൽ വരുന്നുണ്ടെങ്കിൽ. മെയിൽ വരുന്നില്ലെങ്കിൽ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആവും. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഏപ്രിൽ 10 എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അങ്ങനെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഓക്കെ അതിൻ്റെ ഒരു 10-15 ദിവസം, അതായത് ഏപ്രിൽ 10-15 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളില്ല താനും. അപ്പോൾ അതുകൊണ്ട് ഒരു മാർച്ച് 25 മുമ്പൊക്കെ എല്ലാവരും കൺവേർഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി ചില കുട്ടികൾ ക്യാറ്റ് ചെയ്യുന്ന മക്കളായി, ക്യാറ്റ് ചെയ്തതാണെങ്കിൽ 2016 സിലബസിലൊക്കെ ക്യാറ്റ് ചെയ്ത മക്കളാണെങ്കിൽ പോലും അവർക്ക് 2022 വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാറ്റിൻ്റെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ ക്യാറ്റിൻ്റെ എക്സംഷനൊക്കെ ക്ലെയിം ചെയ്യാൻ അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിന് 1000 രൂപയും കൂടി എന്ത് ചെയ്യണം, കൺവേർഷൻ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സംഷൻ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപയും കൂടെ അടക്കണം. അത് ക്യാറ്റ് ഉള്ളവർക്കാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്രയും നേരത്തെ എന്ത് ചെയ്യുക, കൺവേർഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്തും കൂടി ചെയ്യുക, ഓക്കെ, ക്യാറ്റിൻ്റെ എക്സംഷൻസും കൂടി ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ദാറ്റ് മീൻസ് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ നമ്പറും വാട്സാപ്പ് നമ്പറും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലിങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. താങ്ക് യു വെരി മച്ച് ഡിയർ.